ഹലോ, ഇന്ന് സ്റ്റിച്ചിങ് ഒന്നുമല്ല. അപ്പോൾ ഇന്നൊരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്താലോ? വളരെ സിമ്പിളായിട്ട് ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുകൂടി ആദ്യം തന്നെ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിനകത്ത് കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത്. നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് യൂസാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 3D ഔട്ട്ലൈനർ നമുക്ക് പ്രത്യേകമായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഔട്ട്ലൈനറാണ് കൊടുക്കുന്നത്. അത് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അതിന് ശേഷം ഫുൾ ഔട്ട്ലൈൻ കൊടുത്തിട്ട് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഈ ഒരു കളർ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. ഇത് ഞാൻ കോളേജിലെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കുറച്ചേറെ നാളായി. അപ്പോൾ കുറച്ച് കളറൊക്കെ കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. ഞാനൊരു രാവിലെ ഒരു 12 മണിയായപ്പോഴത്തേക്കും ഔട്ട്ലൈൻ കൊടുത്തിട്ട് രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് ഇതിന് കളർ കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഈ കളർ കൊടുത്തു കഴിഞ്ഞാലും ഇത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ എടുക്കാവുള്ളൂ. അത് എൻ്റെ കയ്യിലിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായി. അതുകൊണ്ടാണോയെന്നറിയില്ല, കുറച്ച് ലൂസായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ലൂസായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീടിന് യെല്ലോ കൊടുത്തിട്ട് ജനലിന് പിങ്ക് കളർ കൊടുത്തപ്പോഴത്തേക്കും അത് രണ്ടും കൂടെ മിക്സായി. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ലൂസായതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. അതോ ഇനി ഇതിങ്ങനെയാണോ വരുന്നതെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ വാങ്ങിച്ച് ഇതങ്ങനെ യൂസാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.